എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പിന്റെ രണ്ടാം സെമിഫൈനലിൽ മുംബൈയിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ന് അരങ്ങേറിയത് വരും തലമുറകൾ നൂറ്റാണ്ടുകളോളം വിശ്വസിക്കാൻ പോലും മറക്കുന്ന ഒരു ക്രിക്കറ്റ് കൂട്ടക്കുരുതിയാണ്. അതെ, ഇംഗ്ലണ്ടിന്റെ ലോകോത്തര ബൌളിംഗ് നിരയെ വെറുമൊരു ഗല്ലി ക്രിക്കറ്റ് ടീമിനെ എന്നോണം നിഷ്കരണം തല്ലിച്ചതച്ച് ഇന്ത്യ പടുത്തുയർത്തിയത് 20 ഓവറിൽ 2053 റൺസ് എന്ന അവിശ്വസനീയമായ ഒരു ഹിമാലയൻ സ്കോറാണ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പണ്ഡിതരുടെ നാവടപ്പിച്ച ഈ ചരിത്ര നിമിഷത്തിൽ സഞ്ജു സാംസൺ എന്ന ഇതിഹാസ താരത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യുവനിര നടത്തിയ ഈ വിനാശകരമായ ബാറ്റിംഗ് വിസ്മയം കണ്ട് പ്രഗത്ഭർ പോലും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. കാരണം വെറും 42 പന്തിൽ 89 റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജു സാംസണിന്റെ രുദ്രതാണ്ഡവവും ഇഷാൻ കിഷന്റെ 18 പന്തിലെ 39 റൺസും ശിവം ദുബൈയുടെ 25 പന്തിലെ 43 റൺസും പോരാത്തതിന് അവസാന ഓവറുകളിൽ ഇംഗ്ലീഷ് ബൌളർമാരെ ജീവനോടെ കുഴിച്ചുമൂടിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ 12 പന്തിൽ നേടിയ 27 റൺസും തിലക് വർമ്മ വെറും 7 പന്തിൽ അടിച്ചെടുത്ത 21 റൺസും കൂടിയായപ്പോൾ ഇംഗ്ലീഷ് നായകൻ ഹാരി ബ്രൂക്കിന്റെ മുഖത്തെ ചോര വറ്റിപ്പോവുകയായിരുന്നു. ബോർഡിലെ 7-ന് 2053 എന്ന സ്കോർ കണ്ട് ലോർഡ്സ് മുതൽ മെൽബൺ വരെ ഇപ്പോൾ വല്ലാത്തൊരു പരിഭ്രാന്തിയിലാണ്. കാരണം ജോഫ്ര ആർച്ചറെയും സാം കറനെയും ആദിൽ റഷീദിനെയും പോലുള്ള ലോകോത്തര ബൌളർമാരെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഗ്രൗണ്ടിന്റെ എല്ലാ മൂലയിലേക്കും പിച്ചി ചീന്തുകയായിരുന്നു. ഈ കൂട്ടപ്പൊരിച്ചിൽ കണ്ട് പാകിസ്ഥാന്റെ മുൻ ഇതിഹാസ പേസർ ഷുഐബ് അക്തർ തന്റെ യൂട്യൂബ് ചാനലിൽ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത്, ദൈവമേ, ഇന്ന് വാങ്കഡയിൽ നടന്നത് ശരിക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റാണോ അതോ വല്ല തമാശയുമാണോ? ലോകകപ്പ് സെമിഫൈനൽ പോലൊരു വേദിയിൽ ഇംഗ്ലണ്ടിനെ പോലൊരു ലോക ചാമ്പ്യന്മാരെ ഇത്രയും നിഷ്കരണം അപമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇന്ന് വെറുതെ റൺസ് അടിക്കുകയായിരുന്നില്ല, മറിച്ച് ഇംഗ്ലീഷ് ബൌളർമാരെ മാനസികമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ്. സ്വിംഗ് സുൽത്താൻ വസീം അക്രമാകത്തെ തന്റെ അമ്പരപ്പ് ഒട്ടും മറച്ചുവെക്കാതെ പ്രതികരിച്ചത്, വാങ്കഡയിലെ ഈ പിച്ചിൽ ഇംഗ്ലീഷ് ബൌളർമാരെ തെരുവിലെ കുട്ടികളെ പോലെയല്ലേ ഇന്ത്യൻ യുവതാരങ്ങൾ നേരിട്ടത്. ഈ ലോകകപ്പ് കിരീടം സ്വന്തമാക്കാൻ ഇന്ത്യയ്ക്ക് പൂർണ്ണ അർഹതയുണ്ട് എന്നാണ്. സാക്ഷാൽ യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിൽ എക്സിൽ കുറിച്ചത്, സഞ്ജു സാംസണിന്റെ ഈ അവിശ്വസനീയ ഇന്നിംഗ്സ് കണ്ടപ്പോൾ താൻ തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ച് തിരികെ വന്നതുപോലെ തോന്നിയെന്നും ഇന്ത്യയുടെ ഈ ആക്രമണോത്സുകത തന്റെ പല പഴയ റെക്കോർഡുകൾക്കും ഭീഷണിയാണ് എന്നുമാണ്. ഓസ്ട്രേലിയൻ ഇതിഹാസം വിക്കി പോണ്ടിംഗ് വാങ്കഡയിലെ പ്രസ് ബോക്സിൽ നിന്ന് വിശകലനം ചെയ്തത്, താൻ പല മികച്ച ഇന്ത്യൻ ടീമുകളെയും കണ്ടിട്ടുണ്ടെങ്കിലും 2026 ഈ ടീം വേറൊരു ലെവലാണെന്നും ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാന്റെ മുഖത്തും യാതൊരു സമ്മർദ്ദവുമില്ലാതെ 2050 റൺസ് എന്ന അസാധ്യമായ കൊടുമുടി അവർ താണ്ടിയത് ഈ ടീം ചരിത്രം തങ്ങളുടെ ഇഷ്ടത്തിന് തിരുത്തിയെഴുതാൻ ജനിച്ചവരാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണെന്നുമാണ്. എപ്പോഴും ഇന്ത്യൻ ടീമിനെ വിമർശിക്കാൻ മുന്നിലുള്ള മൈക്കിൾ വോൺ പോലും ഇന്ന് പൂർണ്ണമായും കീഴടങ്ങിക്കൊണ്ട് പറഞ്ഞത്, ഇന്ന് ഇംഗ്ലണ്ട് നേരിട്ടത് പച്ച മാംസമുള്ള മനുഷ്യരെയല്ല, റൺസ് വാരിക്കൂട്ടുന്ന യന്ത്രങ്ങളെയാണ് എന്നാണ്. ഒപ്പം കെവിൻ പീറ്റേഴ്സൺ ഭീതിയോടെ കൂട്ടിച്ചേർത്തത്, ഇത് വെറുമൊരു ആക്രമണമല്ല, ഭയപ്പെടുത്തുന്ന ബാറ്റിംഗ് ആണെന്നും ഫൈനലിലും ഇന്ത്യ ഇത് ആവർത്തിച്ചാൽ എതിരാളികൾ ഗ്രൗണ്ടിലിറങ്ങുന്നതിന് മുൻപ് തന്നെ തോൽവി സമ്മതിക്കേണ്ടി വരും എന്നുമാണ്. മിസ്റ്റർ 360 AB ഡിവിലിയേഴ്സ് വികാരാധീനനായി പറഞ്ഞത്, സഞ്ജുവിന്റെയും കൂട്ടരുടെയും 360 ഡിഗ്രി ഷോട്ടുകൾ തനിക്ക് സ്വന്തം പഴയ കാലം ഓർമ്മിപ്പിച്ചെന്നും ലോകകപ്പ് സെമിഫൈനൽ പോലൊരു വേദിയിൽ ബൌളർമാരുടെ ആത്മവിശ്വാസം അവർ തകർത്തെറിഞ്ഞ രീതി മനുഷ്യസാധ്യമായതിലും അപ്പുറമാണെന്നുമാണ്. സെമിഫൈനൽ പോലൊരു വലിയ നോക്കൌട്ട് പോരാട്ടത്തിൽ 40 മുതൽ 50 പന്തിൽ സെഞ്ചുറിക്കടുത്തെത്തിയ സഞ്ജുവിന്റെ പ്രകടനം വെറുമൊരു മാന്ത്രികതയല്ലെന്നും അതിന് സാങ്കേതിക തികവിനേക്കാൾ ഉപരി ഇരുമ്പിന്റെ നെഞ്ചുറപ്പ് വേണമെന്നും ഇനി ഈ ടീമിനെ തടയാൻ ആർക്കും കഴിയില്ലെന്നും പാകിസ്ഥാന്റെ ബൂം ബൂം ഷാഹിദ് അഫ്രീദിയും ലോകത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ചെറിയ ടീമുകളെ മാത്രം തോൽപ്പിച്ച് ഇന്ത്യ വലിയ ടൂർണമെന്റുകളിൽ മുന്നേറുന്നു എന്ന അപവാദങ്ങൾക്കും വലിയ ടീമുകൾ വരുമ്പോൾ ഇന്ത്യ പതരുമെന്ന വിമർശകർക്ക് പിന്നിലെ മൂടിവയ്ക്കപ്പെട്ട സത്യങ്ങൾ വിളിച്ചുപറയുന്ന തരത്തിലുള്ള എക്കാലത്തെയും ഏറ്റവും വലിയ മറുപടിയാണ് ഇന്ന് ഇന്ത്യ നൽകിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നിനെ അവരുടെ സർവ്വപ്രതാപത്തോടെയും നിലം പരിശനാക്കി ഇന്ത്യ നൽകിയ ഈ മറുപടി ലോക ക്രിക്കറ്റിലെ പുതിയൊരു സുവർണ കാലഘട്ടത്തിന്റെ ഡങ്കയടിച്ചുള്ള പ്രഖ്യാപനമാണ്. 254 റൺസ് എന്ന അപ്രാപ്യമായ ലക്ഷ്യത്തിനു മുന്നിൽ ഇംഗ്ലണ്ട് എങ്ങനെ തകർന്നടിയുമെന്ന് ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ചു കാത്തിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഈ ബാറ്റിംഗ് T20 ചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രകടനമാണോ എന്നത് എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും തോന്നുന്ന ഒന്നുതന്നെയാണ്. എന്തായാലും ഈ കൊടുങ്കാറ്റ് ഇവിടെ അവസാനിക്കുന്നില്ല. വാങ്കഡയിൽ ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ കണ്ടത് വെറുമൊരു ട്രെയിലർ മാത്രമാണ്. യഥാർത്ഥ ക്ലൈമാക്സ് നടക്കാൻ പോകുന്നത് കലാശ പോരാട്ടത്തിൽ കിവീസിനെതിരെയാണ്. അതെ, വരാനിരിക്കുന്ന മഹാഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യൻ ടീം കളത്തിലിറങ്ങുമ്പോൾ അവർ ഇന്ത്യയ്ക്ക് മുന്നിൽ വെറുമൊരു എതിരാളികൾ മാത്രമല്ല, മറിച്ച് ഈ ബാറ്റിംഗ് വിസ്ഫോടനത്തിന്റെ അടുത്ത ഇരകൾ മാത്രമായിരിക്കും എന്നുറപ്പാണ്. ട്രെന്റ് ബോൾട്ടും ടിം സൌഥിയും ഉൾപ്പെടുന്ന കിവി ബൌളിംഗ് നിര ഇപ്പോൾ തന്നെ ഈ വാങ്കഡെ കൂട്ടക്കുരുതി കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും.
ലോക കിരീടം നേടാൻ ഇനി ഒറ്റ കടമ്പ മാത്രം ബാക്കി നിൽക്കെ ഒരു കാര്യം ആർക്കും നിഷേധിക്കാനാവാത്ത പരമമായ സത്യമാണ്. ആ ലോകകപ്പ് ട്രോഫിയിൽ ഇതിനകം തന്നെ ഇന്ത്യയുടെ പേര് സുവർണ ലിപികളിൽ കൊത്തിവെക്കപ്പെട്ടു കഴിഞ്ഞു. 2026 T20 ലോകകപ്പ് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച സഞ്ജു സാംസണും കൂട്ടരും വിശ്വവിജയികളായി മാറുന്ന ആ രോമാഞ്ചകരമായ നിമിഷത്തിനായി കാത്തിരിക്കുക. ഈ ലോകകപ്പ് നമ്മുടേതാണ്. അത് ന്യൂസിലൻഡിനെ തകർത്തെറിഞ്ഞ് നമ്മൾ തന്നെ നേടും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.